സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്നും പിന്മാറുന്ന ടീകോമിന് നഷ്ടപരിഹാരം നൽകാനുള്ള തീരുമാനം നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലെന്ന് സർക്കാർ. സംസ്ഥാന താൽപര്യം മാത്രം പരിഗണിച്ചായിരിക്കും നടപടിയെന്നും കേസും വ്യവഹാരവുമായി പോയാൽ പദ്ധതി കാലങ്ങളോളം മുങ്ങിക്കിടക്കുമെന്നും വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞു. ടീകോമിൽ നിന്നും തിരിച്ചുപിടിക്കുന്ന ഭൂമി കച്ചവടം നടത്തലാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പ്രതിപക്ഷം ആരോപിച്ചിരുന്നു. സ്മാർട്ട് സിറ്റി കരാറിൽ നിന്ന് പിന്മാറാൻ വ്യവസ്ഥ മറികടന്ന് ടീകോമിന് നഷ്ടപരിഹാരം നൽകാൻ മന്ത്രിസഭ എങ്ങനെ തീരുമാനമെടുത്തെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ചോദ്യം. സംസ്ഥാന താൽപര്യം മാത്രം പരിഗണിച്ചെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് മറുപടി പറയുന്നു. അധിക ചെലവ് വരാതെ ടീകോമുമായുള്ള ഇടപാട് തീർപ്പാക്കും. കൃത്യം നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത്. ടീകോമിന് സ്മാർട്ട് സിറ്റിയിലുള്ള 84% ഓഹരി വില നിശ്ചയിക്കാനുള്ള ചർച്ച തുടങ്ങി. ടീകോമിനെ ഒഴിവാക്കുമെങ്കിലും സ്മാർട്ട് സിറ്റി പദ്ധതി പുനരുജ്ജീവിപ്പിക്കാൻ തന്നെയാണ് സർക്കാർ നീക്കം. നമുക്ക് അനങ്ങാൻ പറ്റിയിട്ടില്ല. നമ്മുടെ ഭാഗത്തൊക്കെയാണ് ന്യായം. പക്ഷെ കേസ് സ്റ്റേ ചെയ്തിട്ട് എന്ത് ചെയ്യും? അപ്പൊ ആർബിട്രേഷൻ ഉണ്ട്. ആർബിട്രേഷൻ കഴിഞ്ഞാൽ തന്നെ ഫസ്റ്റ് അപ്പീൽ പോഴ്സ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ പോകാതിരിക്കുമ്പോൾ ആദ്യം തന്നെ അവരുമായി സംസാരിച്ചിട്ട് ഒരു എഗ്രിമെന്റിലേക്ക് എത്താൻ പറ്റും. എഗ്രിമെന്റിൽ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് പറയുന്നതിനേക്കാൾ കുറവായിരിക്കും. അല്ലാണ്ട് ഇതിനൊക്കെ കൂടുതലാണെങ്കിൽ പിന്നെ നമ്മൾ എഗ്രിമെന്റിൽ പോകേണ്ട കാര്യമില്ല. അപ്പൊ നാടിന്റെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ടുള്ള നിലപാടായിരിക്കും. ടീകോമിനെ ഒഴിവാക്കിയതിനു ശേഷം പുതിയ സംരംഭകരെ എത്തിച്ച് പദ്ധതി പുനരുജ്ജീവിപ്പിക്കാനുള്ള നീക്കം സർക്കാർ തുടങ്ങിയിട്ടുണ്ട്. വൻകിട കമ്പനികൾ നിക്ഷേപവുമായി കേരളത്തിലേക്ക് വരാൻ തയ്യാറായിട്ടുണ്ട്. ടാറ്റ ഗ്രൂപ്പ് കേരളത്തിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. പുതിയ പദ്ധതിയുടെ ഭാഗമായി ഇൻഫോ പാർക്കിനെയും ഉൾപ്പെടുത്താനാണ് തീരുമാനം. അതിവേഗത്തിൽ ഭൂമി നൽകാൻ കഴിഞ്ഞാൽ കൊച്ചിയുടെ മുഖച്ഛായ തന്നെ മാറും. എന്നാൽ കരാർ അവസാനിപ്പിക്കുന്നതിൽ ദുരൂഹതയുണ്ടെന്ന് ആവർത്തിക്കുന്ന പ്രതിപക്ഷം വിശദമായ ചർച്ച LDF-ൽ പോലും നടന്നിട്ടില്ലെന്നും ആരോപിക്കുന്നു. കേരളത്തിൽ 90,000 പേർക്ക് ജോലി ലഭിക്കും എന്ന് ഉറപ്പുണ്ടായിരുന്ന ഒരു സംരംഭമാണ് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായിരുന്നില്ല. ഒരു മന്ത്രിസഭാ യോഗം കൂടി ഇതിൽ നിന്ന് പിന്മാറാനും ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കാനുമുള്ള തീരുമാനം എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി ജനങ്ങളോട് പറഞ്ഞു. ടീകോമിന് നഷ്ടപരിഹാരം നൽകുന്നതിൽ രമേശ് ചെന്നിത്തല അഴിമതി ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ VD സതീശനും വിഷയം ഏറ്റെടുക്കുകയായിരുന്നു. ചെന്നിത്തല KPCC പ്രസിഡന്റായിരിക്കെ 1 രൂപയ്ക്ക് ഭൂമി വിൽക്കുകയാണ് ചെയ്തതെന്ന് വ്യവസായ മന്ത്രിയുടെ പരിഹാസം. അദ്ദേഹം KPCC പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണല്ലോ ഇൻഫോ പാർക്ക് വിൽക്കാനും എറണാകുളം ജില്ലയിൽ ഒരൊറ്റ IT കമ്പനി തുടങ്ങാൻ പാടില്ല എന്നും ഭൂമി സൗജന്യമായിട്ട് നൽകാനും തീരുമാനമെടുത്ത രാഷ്ട്രീയ മുന്നണി ഗവൺമെന്റ് നയിച്ച ആളാണല്ലോ അദ്ദേഹം. KPCC പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണല്ലോ കരാർ എടുത്തത്. അതല്ല തന്നെ. പിന്നെ ഇത് കരാർ കമ്പനി നിയമം അനുസരിച്ച് നമുക്ക് പാട്ടത്തിന് കൊടുത്തതും അവർ പിന്നെ അത് അദ്ദേഹം പറഞ്ഞത് ശരിയാ, ഞങ്ങൾ പാട്ടത്തിനാണ് കൊടുത്തേക്കണം. അവരും കംപ്ലീറ്റ് 1 രൂപയ്ക്ക് കൊടുക്കാനേ തീരുമാനിച്ചു. സ്വകാര്യ വ്യക്തികൾക്ക് ഭൂമി വിൽക്കില്ലെന്നും കരാർ അടിസ്ഥാനത്തിൽ മാത്രമാകും എല്ലാ നടപടികളെന്നും മന്ത്രി ആവർത്തിച്ചു. UAE-യുമായുള്ള നല്ല ബന്ധം നിലനിർത്താൻ കൂടിയാണ് അവിടുത്തെ സർക്കാരിന് കീഴിലെ ഒരു കമ്പനിയെ പദ്ധതിയിൽ നിന്ന് മാന്യമായി പിന്മാറ്റാൻ സർക്കാർ ആഗ്രഹിച്ചത്. ഇതിലൂടെ വ്യവസായ സൗഹൃദ സംസ്ഥാനമെന്ന സന്ദേശം നൽകലാണ് ലക്ഷ്യമെന്നും സർക്കാർ വ്യക്തമാക്കുന്നു. പക്ഷേ വ്യവസ്ഥയ്ക്ക് പുറത്തുള്ള കരാർ തീർപ്പാക്കൽ പ്രതിപക്ഷം അംഗീകരിക്കാനിടയില്ല. സ്മാർട്ട് സിറ്റി വിഷയത്തിലെ ഏതു തീരുമാനവും വരും ദിവസങ്ങളിലും വലിയ തർക്കങ്ങൾക്കും വിവാദങ്ങൾക്കും വഴിവെക്കും. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.